ഹലോ ഗൈസ്, ഒരുപാട് നാളത്തെ അവധിക്കൊക്കെ ശേഷം ഇന്ന് സ്കൂൾ തുറക്കുകയാണല്ലേ. അപ്പം നമ്മൾ ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. നവനിക്കുട്ടനെ 1ാം ക്ലാസ് ചേർത്തിട്ടുണ്ട്. രാവിലെ 9:30 ആയിരുന്നു എത്തേണ്ടെങ്കിലും ഞാനും സോനാനും പുറകെയായിട്ട് പോയത്. അങ്ങനെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും കൃത്യ ഉദ്ഘാടനത്തിൻ്റെ സമയമായിരുന്നു. അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകൾക്കൊക്കെ ശേഷം എല്ലാവർക്കും ലഡ്ഡു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങോട്ട് എന്താണ് എത്താത്തത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് ഇനി നവനിക്കുട്ടനും പഠിക്കാൻ വന്നത്. സ്കൂളൊക്കെ ഒരുപാട് മാറി, ടീച്ചേഴ്സും മാറി, എല്ലാവരും മാറി. അപ്പം അവിടെ ഇരുന്ന് കുറേ ഓർമ്മകളൊക്കെ ഇവർക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നവനിക്കുട്ടൻ ഇറങ്ങി വരുന്നുണ്ട്. കിട്ടിയ ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് വരുന്നത്. ഒരുപാട് ദിവസം വീട്ടിലിരുന്നിട്ടൊക്കെ പോകുന്നതിൻ്റെ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സെറ്റായി. അങ്ങനെ ഇത് അവൻ വന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇങ്ങനെ നിന്നു. പിന്നെ ടീച്ചർ വിളിക്കുമ്പോൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിട്ടത്. എല്ലാ കുട്ടികൾക്കും ഇതേപോലെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ക്യൂട്ടായിരുന്നതാണ്. പിന്നെ ഇതെല്ലാവരും 1ാം ക്ലാസ്സിൽ കൊണ്ട് ഇരുത്താൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനോടൊപ്പം അവരുടെ പാരൻസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാരൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങ് പോകുന്നു. ഞങ്ങൾ വന്നിട്ട് ഒരു നാരങ്ങാളം കുടിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. വെള്ളം കുടിച്ച് പതുക്കെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരാൾ സൈഡിൽ നിന്ന് ഇങ്ങനെ സോപ്പിടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു സാധനം വേണമെന്ന് കുറേ നേരമായി പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സോപ്പിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞ് വരെ നിൽപ്പായിരുന്നു. അങ്ങനെ ഇതാ ഡയറി മിൽക്കൊക്കെ മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മീൻ മേടിക്കാൻ പോയി. അപ്പോൾ ഇതാ ഇവിടെ നിൽക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ അമ്മ ആ ചേച്ചിയോട് ഭയങ്കര വർത്താനായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് വന്നപ്പോൾ ചേട്ടയുടെ സ്കൂട്ടി ഇരിക്കുന്നത്. ചേട്ടൻ ഇത് താഴേക്ക് നോക്കിയാൽ ഇത് താഴത്തെ പ്രീ പ്രൈമറിയിലുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഓരോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പൊക്കോ എന്ന് ചേട്ടനെ നോക്കി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ചിങ്ങ് പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു.